ഹെയർസ് നമ്മുടെ ശരീരത്തിൽ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു മസിലാണ് നാവ്. ഇത് ബെൻഡ് ചെയ്യാൻ മാത്രമല്ല ട്വിസ്റ്റ് ചെയ്യാനും ലിക്ക് ചെയ്യാനും ഒക്കെ പറ്റും. നമ്മുടെ അനാട്ടമി ടീച്ചർ നമ്മളെ ചിലപ്പം പഠിപ്പിച്ചിട്ടുണ്ടാവുക തിന്നാനും കുടിക്കാനും മിണ്ടാനും ഒക്കെ ഉള്ള സംഭവമായിരിക്കും. എന്നാൽ നിങ്ങളുടെ ശരീരത്തെ ലൈംഗികപരമായിട്ട് ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഇതിന് ഒരുപാട് കഴിവുകളുണ്ട്. ലൈംഗികപരമായിട്ടുള്ള വളരെ ശക്തമായ ഉണർവ് നൽകാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. കൈവിരലുകളേക്കാൾ ചുണ്ടിനേക്കാൾ കുറച്ചുകൂടി ഫ്രിക്ഷൻ ഉള്ളതുമാണ്. അതുമാത്രമല്ല സെൽഫായിട്ട് ലൂബ്രിക്കൻറ്റുമാണ് അല്ലേ. അതുകൊണ്ട് ഇത് മോർ എഫക്റ്റീവുമാണ്. ഈ നാവ് കൊണ്ട് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ വളരെ സൂപ്പറാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സാണെന്ന് പറയാൻ പോകുന്നത്. അതിനു മുന്നേ ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള മാൻഷ്യൂറിൻ്റെ എനർജൈസർ നിങ്ങളുടെ ലൈംഗിക താല്പര്യമൊക്കെ കൂട്ടാനും നല്ലൊരു ഉണർവ് ഉണ്ടാക്കാനും പുരുഷ ഹോർമോണൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കാനും നിങ്ങൾക്ക് ആങ്സൈറ്റി സ്ട്രെസ് ഇതുപോലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പെട്ടെന്ന് ശുക്ലം പോകുന്നോ അങ്ങനത്തെ തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇതുകൊണ്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഡയറ്റിൽ എപ്പോഴും ഇങ്ങനെ പുരുഷ ഹോർമോൺ കൂടുന്ന തരത്തിലുള്ള ഫുഡൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഈ ക്യാപ്സൂൾ രാവിലെ വൈകുന്നേരം കഴിക്കുന്നുണ്ട്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. 100% നാച്ചുറലാണ്, സേഫുമാണ്, നോൺ അഡിറ്റീവ്സും ആണ്. കേസർ, അഗാർക്കര, സേഫ് മുസ്ലി, ഗോൾഡ് ബാസം അങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ട്രെസ്സോ ആങ്സൈറ്റി പോലുള്ള പ്രശ്നമോ ഫിസിക്കലായിട്ടുള്ള മെൻ്റലായിട്ടുള്ള പ്രശ്നമൊക്കെ ക്യൂർ ചെയ്യാനും നിങ്ങൾക്ക് നന്നായിട്ട് ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ഇതിലൂടെ കഴിയും. GMB ISO ആയുഷ് സർട്ടിഫൈഡ് ആണ്. നിങ്ങൾക്കൊരു ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ഈ പ്രൊഡക്റ്റ് കഴിക്കാൻ ആഗ്രഹമെങ്കിൽ മാൻഷ്യൂർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ലിങ്കും പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. നാവ് കൊണ്ട് ശരീരത്തിൻ്റെ ഏത് ഭാഗവും ഉത്തേജിപ്പിക്കാവുന്നതാണ്. പക്ഷേ ഒരു പങ്കാളിനോട് അവർക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് ചോദിച്ചിട്ട് അവരോട് നോ എന്ന് പറയാത്ത ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഓരോ പേഴ്സണും ബോഡിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. ഉത്തേജിപ്പിക്കുമ്പോൾ അവരുടെ ഡിഫറെൻറ്റ് റെസ്പോൺസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. പല രീതിയിൽ നിങ്ങൾ നാവ് കൊണ്ട് ഉത്തേജിപ്പിക്കുന്നുണ്ട് അല്ലേ. വിരലുകൾ സക്ക് ചെയ്യുന്നത്, ചുണ്ടുകളിൽ നാവ് കൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കുന്നത്, ചെവിയിൽ അവരുടെ ഡിസയർ കൂട്ടുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാക്കുന്നത്, ചുണ്ടുകളിൽ പോലെ തന്നെ ചെവിയിലും നാവ് കൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അവരത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന രീതിയിലുള്ള സൗണ്ടൊക്കെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഫുഡൊക്കെ വെച്ചിട്ട് ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോൾ യോനിയിലാണെങ്കിലോ ലിംഗത്തിനാണെങ്കിലോ ഉള്ളിലൊക്കെ നാവ് കൊണ്ട് പെൻട്രേറ്റ് ചെയ്യുവാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ യോനി കവാടത്തിലുള്ള ചുണ്ടുകൾ ഉത്തേജിപ്പിക്കുവാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പങ്കാളിയെ നാവ് കൊണ്ട് ഫീഡ് ചെയ്യാനും പറ്റും അല്ലേ. ഇപ്പോൾ യോനിയിലാണെങ്കിലും നാവ് വളരെ വേഗം തന്നെ മുകളിലോട്ടും താഴോട്ടും ചലിപ്പിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഉത്തേജനം അവരുടെ ക്രിസിരി കൊടുക്കാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എസ് എന്ന രീതിയിലുള്ള ആ ഒരു ഷേപ്പിൽ നാവ് ഓടിക്കുമ്പോൾ അവർക്ക് ഒരു വേവ് ലൈക്ക് ആയിട്ടുള്ള ഒരു ഉത്തേജനം കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഒരു വേവ് പോലത്തെ അത് കൂടുതലായിട്ട് അവരെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. എസ് മോഷൻ വേവ് ലൈക്ക് സെൻസേഷൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നാവിൻ്റെ ടിപ്പ് യൂസ് ചെയ്ത് പലതരത്തിലുള്ള പാറ്റേൺ ഷേപ്സ് ഒക്കെ വരയ്ക്കുന്നത് കൂടുതലായിട്ട് അവർക്ക് ഉത്തേജനം കൊടുക്കാമെന്ന് സഹായിക്കുന്നു. കുറച്ച് കർവ്ഡായിട്ടൊക്കെ വെച്ച് സക്ഷൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നാവാണെങ്കിൽ വളരെ നല്ല ക്ലീൻ ആയിരിക്കണം. നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് നല്ല ക്ലീൻ ആയിരിക്കണം. ചെയ്യുന്ന ഭാഗവും വളരെ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. ഇനി നിങ്ങളതൊരു സ്ട്രേഞ്ചറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരാളുടെ കൂടെയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നെങ്കിൽ ഉറപ്പായിട്ട് ഡെൻ്റൽ ഡാം പോലുള്ളത് യൂസ് ചെയ്യണം. ഡെൻ്റൽ ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കോണ്ടത്തിൻ്റെ 2 സൈഡ് കട്ട് ചെയ്തിട്ട് നടുക്കൂടിയും കട്ട് ചെയ്തിട്ടുണ്ട് ചതുരം പോലെ നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ ആ ഭാഗത്ത് അത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉത്തേജിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എന്താവും STD പോലുള്ള രോഗങ്ങളൊക്കെ സ്പ്രെഡ് ആവാതിരിക്കാനും സഹായിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.